ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ സെക്കൻഡ് ടേം എക്സാം അഥവാ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേരള പാഠാവലി നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ അവിടെ ക്ലാസ് 7 സെക്കൻഡ് ടേം എക്സാം 2024 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി കാണുക. പുതിയ സിലബസ് ആണ്. അപ്പോൾ ഇതുപോലെ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എല്ലാ സമയത്തും ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള പോലെ തന്നെയാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ച് നോക്കാം. വൃശ്ചികം പിറന്നതേയുള്ളൂ. വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശി തുടങ്ങി. ആഗ്നേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനും കൃത്യമായി സഹ്യൻ്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു. മുണ്ടകൻ പാടങ്ങളിൽ ഹരിതവീജി പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽത്തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു. വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നത്? തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ്. പടിഞ്ഞാറ് കടൽ തീരത്ത് നിന്ന് 10 നാഴിക മുമ്പ് കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു. പാലക്കാടൻ കാറ്റ് അനഭിതമായ ഒരു അതിഥിയാണ്. പ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറ്റുവരുന്ന അത് രോഗകാരണമാവുന്നു. അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പഥ്യമല്ല. പാലക്കാടൻ കാറ്റിൻ്റെ ഒരേ ഒരു നന്മ അത് മുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നുവെന്നതാണ് കൃഷിക്കാർ പറയും. എൻ്റെ കേരളം രവീന്ദ്രൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനി ഇതിലെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, പാലക്കാടൻ കാറ്റ് രോഗകാരണമാകുന്നത് എന്തുകൊണ്ട്? തണുപ്പുള്ളതുകൊണ്ട്, പാലക്കാട്ട് നിന്ന് വരുന്നതുകൊണ്ട്, പ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഉള്ളതുകൊണ്ട്, വൈകുന്നേരം വീശുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ആൻസർ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഉള്ളതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ആഗ്നേയം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? അറിയാത്തത്, അറിയുന്നത്, പറയുന്നത്, കാണുന്നത്. എന്താണ് അർത്ഥം? അറിയാത്തത് എന്നാണ് ആഗ്നേയം എന്ന് പറഞ്ഞാൽ. ഇനി സി, വൃശ്ചികം പിറന്നാൽ സംഭവിക്കുന്നത് എന്ത്? തിമിർത്ത മഴ പെയ്യും, ഇളം വെയിൽ വരും, ഫലവൃക്ഷങ്ങൾക്ക് പഥ്യമല്ലാത്തത്, വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശും. ഏതാണ്? വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശും എന്നുള്ളതാണ്. ഇനി ഇതിലെ ഡി, പാലക്കാടൻ കാറ്റിൻ്റെ തെക്കേ അതിർത്തി ചാലക്കുടി പുഴ, സഹ്യൻ്റെ പീഠഭൂമി, അട്ടപ്പാടി, പാലക്കാട്. ഏതാണ്? ഉത്തരം ചാലക്കുടി പുഴയാണ്. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ശൈലിയും പൊരുളും. താഴെ ചില ശൈലികൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പൊരുൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, അജഗജാന്തരം. 2, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതിരിക്കുക. 3, ഒറ്റ കൊടുക്കുക. 4, അക്കരെ പറ്റുക. 5, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. എന്താണ് ഈ ശൈലിയുടെ പൊരുൾ എന്ന് നമുക്ക് നോക്കാം. 1, അജഗജാന്തരം എന്നുള്ളതാണ്. വലിയ വ്യത്യാസത്തിന് പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് അജഗജാന്തരം എന്ന് പറയുന്നത്. 2, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതിരിക്കുക അഥവാ നിർദ്ദയമായി പെരുമാറുക എന്നതാണ് അർത്ഥം. ഒറ്റുകൊടുക്കുക, ചതിക്കുക എന്നാണ്. അക്കരെ പറ്റുക, ഒരു വലിയ വിഷമഘട്ടം തരണം ചെയ്യുന്നതിനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. അടുത്തത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ളതാണ്. ആപത്തിന്മേൽ ആപത്ത് വരുമ്പോഴാണ് നമ്മൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് പറയാം. ഇനി മൂന്നാമത്തത്, കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതുക. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എഴുത്തച്ഛനെ കുറിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം? എന്താണ് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്? ഹൃദ്യവും അതിസുന്ദരവുമായ ഒരു കാവ്യഭാഷയുടെ വക്താവാണ് എഴുത്തച്ഛൻ. കവിത മനോഹരമാവുന്നത് അനുവാചക മനസ്സിൽ തങ്ങുന്ന പദങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ്. കനകമയമായ മാനിൻ്റെ രൂപത്തെ വർണ്ണിക്കുമ്പോൾ, അഭിമന്യുവിനെ വർണ്ണിക്കുമ്പോൾ, പൊന്നണിഞ്ഞാനകൾ വരുന്നത് വർണ്ണിക്കുമ്പോൾ, വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ വെള്ളക്കുതിരകൾ കുതിച്ചു വരുന്നത് വർണ്ണിക്കുമ്പോൾ ഭാഷാപ്രയോഗത്തിൻ്റെ ലാളിത്യവും പ്രയോഗഭംഗിയും ബോധ്യമാവുന്നു. മനസ്സിൽ താളമിട്ട് നിൽക്കുന്ന വരികളാണ് എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത്. വെള്ളത്തിലെ ഈ വരി പരിശോധിച്ചാൽ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് ഉണ്ടാവുന്ന താളഭംഗി മനസ്സിലാവും. അതോടൊപ്പമാണ് ആശയവ്യക്തതയും സ്വഭാവോക്തിയാണ് കവി എല്ലാം പ്രയോഗിക്കുന്നത്.
ഭാവത്തിന്റെ സൂക്ഷ്മത മനസ്സിൽ നൂതനമായ ആശയങ്ങൾ നിലനിർത്തും. ആശയങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുന്ന ഭാഷയാണ് കവി പ്രയോഗിക്കുന്നത്. കടയിലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി തള്ളി വരുന്നത് പോലെ കുതിരകൾ കുതിച്ചു വരുന്നു. ഇവിടെ വ്യക്തമാവുന്ന ചിത്രം ഭാഷയുടെ സവിശേഷത കൊണ്ടുണ്ടാകുന്ന ആശയവ്യക്തതയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. എഴുത്തച്ഛൻ്റെ ആ ഒരു ശൈലിയും എങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് എന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് പ്രവർത്തനം 4, ഉപന്യാസം തയ്യാറാക്കാം എന്നതാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ എന്താണോ വിഷയം അത് തലക്കെട്ടായിട്ട് കൊടുക്കുക. ഇവിടെ മാതൃഭാഷയുടെ പ്രാധാന്യം എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ ചിന്തയെ ഉറപ്പിക്കാനും ബന്ധങ്ങൾക്ക് പൂർണ്ണത നൽകാനും വേണ്ടത് മാതൃഭാഷ തന്നെയാണ്. അതുകൊണ്ടാണ് വള്ളത്തോൾ ഇങ്ങനെ എഴുതിയത്: മറ്റുള്ള ഭാഷകൾ കേവലദാത്രിമാർ മത്യന് പെറ്റമ്മ തൻ ഭാഷതൻ. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ ഈ കവിതയുടെ വരികൾ ചൊല്ലാറുണ്ട്. മൊഴി പൊഴിയും അഴകി എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഈ വസ്തുതയെ സ്ഥാപിക്കുന്നതാണ്. കനകച്ചിലങ്ക കിലുങ്ങി എന്ന പാഠവും വാക്ക് എന്ന പാഠവും എഴുത്തച്ഛൻ്റെ പാഠവുമെല്ലാം നാം പരിശോധിച്ചാൽ മാതൃഭാഷയുടെ ശക്തിയും പ്രാധാന്യവും ബോധ്യമാകും. മാതൃഭാഷ ഓരോ വ്യക്തിക്കും വൈകാരികതയുടെ ഭാഷയാണ്. കൃത്രിമമായി മാതൃഭാഷയിൽ ഒന്നുമില്ല. അപരിചിതമായ ഒന്നിനെ സ്വീകരിക്കുവാൻ കുട്ടിയെ ഏറെ സഹായിക്കുന്നത് മാതൃഭാഷയാണ്. അതുപോലെ തന്നെ അമ്മയുമായി ഒരു കുഞ്ഞിൻ്റെ ബന്ധം ഏറ്റവും സുസ്ഥിരമാകാൻ ഏറെ സഹായിക്കുന്നതും അവൻ്റെ മാതൃഭാഷയാണ്. അറിവ് ഗ്രഹിക്കുക, പ്രസക്ത തലത്തിൽ സൂക്ഷ്മമായി പ്രയോഗിക്കുക, അറിവിൻ്റെ ആശയങ്ങൾ ഉപഗ്രഹിക്കുക, വിലയിരുത്തുക, ഇതെല്ലാം ഒരു കുട്ടിക്ക് വേണ്ടതാണ്. ഇതിനെല്ലാം അവനെ ഏറെ സഹായിക്കുന്നതും അവൻ്റെ മാതൃഭാഷ തന്നെയാണ്. നിരന്തരമായ പരിശീലനം കൊണ്ട് ഒരാൾക്ക് ഏതു ഭാഷയിലും പ്രാവീണ്യം നേടാൻ കഴിയും. എന്നാൽ വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും തലത്തിൽ സ്വതസിദ്ധമായി വർത്തിക്കുവാൻ ഒരു വ്യക്തിക്ക് അവൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഉപന്യാസം എഴുതാൻ, അല്ലെങ്കിൽ ലഘു കുറിപ്പ് എഴുതാൻ, അല്ലെങ്കിൽ വിശകലന കുറിപ്പ് എഴുതാൻ, പ്രസംഗം എഴുതാനൊക്കെ ഈ ഒരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇതിലെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാനാണ്. നീളുമീ യാത്രതൻ വിസ്മയങ്ങൾ എന്ന പാഠഭാഗത്ത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിൻ്റെ പച്ച നിറം മറച്ചുകൊണ്ട് പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറമായി എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണാറുണ്ടോ? അവ നിരീക്ഷിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും 1-2 കാഴ്ചയെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ് പറഞ്ഞുതരാം. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിൻ്റെ പച്ച നിറം മറച്ചുകൊണ്ട് അവ പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറത്തിലായി. ഇത് പാഠഭാഗത്തു നാം കണ്ടതാണ്. ഇതുപോലെ പല ജീവികളും നമുക്ക് ചുറ്റും പറന്നു നടക്കുന്നുണ്ട്. അവ പൂക്കളിലും ഇലകളിലും പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ചെടി എന്താണെന്ന് പോലും അറിയാനാവുകയില്ല. അപ്രകാരമുള്ള ഒരു ജീവിയാണ് പച്ചവെട്ടിൽ. പച്ചക്കല അറിയാൻ എന്നും പറക്കുന്ന ഈ ജീവി അറിയപ്പെടുന്നു. ഇവ ധാരാളമായി ചിലപ്പോൾ പറന്നു പച്ചിലകൾക്കിടയിൽ പൂക്കളിൽ വന്നിരിക്കും. ആ പൂക്കളും നമുക്ക് പച്ചിലകൾ ആണെന്ന് തോന്നും. ചെമ്പരത്തി ചെടിയിൽ ഇവ പറന്നു പറ്റാറുണ്ട്. ചെമ്പരത്തിയുടെ പൂവ് ചുവപ്പാണല്ലോ. പ്രഭാതത്തിലാണ് പച്ചവെട്ടിൽ പറന്നു വരുന്നത്. ആയിരക്കണക്കിന് എണ്ണം കാണും. തേനൂറ്റാൻ വേണ്ടി ചെമ്പരത്തി പൂവിൽ ഇവ പറന്നിരിക്കും. ചെമ്പരത്തിയുടെ ഇലയുടെ നിറമാണ് ഇവയ്ക്ക്. പൂക്കളിൽ നിറഞ്ഞിരുന്നാൽ പിന്നെ ചെമ്പരത്തിയിൽ പൂക്കളില്ലാത്ത പോലെ തോന്നും. ഇളം കാറ്റിൽ പൂക്കൾ അനങ്ങുമ്പോൾ പച്ചവെട്ടിൽ പറക്കും. പിന്നെയും പറന്നു പറ്റും. കണ്ടിരിക്കാൻ നല്ല കൗതുകമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു കാഴ്ചയെ കുറിച്ചിട്ട് എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്കത് അനുഭവപ്പെടുന്നത്, എന്തൊക്കെയാണ് കാഴ്ചയിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്നൊക്കെ എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം 6, ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളും പഠിച്ച കാര്യങ്ങളും ചേർത്ത് വെച്ച് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. ചങ്ങമ്പുഴയെ കുറിച്ചിട്ടുള്ള ജീവചരിത്ര കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇവിടെ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം, രമണൻ എന്ന വിലാപകാവ്യം, തിരുവനന്തപുരം ആർട്സ് കോളേജിൽ പഠിച്ച് ഓണേഴ്സ് ബിരുദം, മംഗളോദയം മാസികയുടെ പത്രാധിപൻ, 1948 ജൂൺ 17 അന്തരിച്ചു, 36 വയസ്സായിരുന്നു. ഭാര്യ ശ്രീദേവി അമ്മ യുദ്ധസേവനത്തിനു പോയി. കാവ്യനർത്തകി അടക്കം 48 കവിതാ ഗ്രന്ഥങ്ങൾ, 13 ഗദ്യകൃതികൾ. ഇതൊക്കെയാണ് തന്നിട്ടുള്ള സൂചനകൾ എന്ന് പറയുന്നത്. എല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. മലയാളത്തിലെ നവോത്ഥാന കവിയാണ് ചങ്ങമ്പുഴ. 48 കവിതാ ഗ്രന്ഥങ്ങളും 13 ഗദ്യകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലളിതസുന്ദരമായ ഭാഷയിൽ കവിത രചിക്കാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞിരുന്നു. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു.
പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം കവിയെ ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെയാണ് രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത്. നാട്ടിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം നേടി. കുറച്ചുകാലം യുദ്ധസേവനത്തിന് പോയി. പിന്നെ മംഗളോദയം മാസികയുടെ പത്രാധിപരായി. ദേവഗീത, മനസ്വിനി, വാഴക്കുല, കാവ്യനർത്തകി അടക്കം പ്രശസ്ത കൃതികൾ. ചങ്ങമ്പുഴ ശ്രീദേവി അമ്മയെ വിവാഹം കഴിച്ചു. 1948 ജൂൺ 17 അന്തരിച്ചു. മരിക്കുമ്പോൾ 36 വയസ്സായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ജീവചരിത്ര കുറിപ്പ് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. ഇനി നമ്മൾ മറ്റൊരു 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ചാനൽ നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ, താങ്ക് യു.